വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് സോഫ്റ്റ്വെയർ കോസ്റ്റ്. ഞാൻ നേരത്തെ പറഞ്ഞ 500 രൂപ മുതൽ 50 ലക്ഷം അല്ലെങ്കിൽ 1 കോടി രൂപ വരെയുള്ള സോഫ്റ്റ്വെയർസ് ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ്. അപ്പോൾ ഞാൻ ഏത് ലെവലിലുള്ള എത്ര കോസ്റ്റ് ഞാൻ ഇതിനകത്ത് സ്പെൻഡ് ചെയ്യണം, അത് ഓരോരോ കച്ചവടക്കാരും അവരുടെ ബിസിനസ്സിനെ ആശ്രയിച്ചിരിക്കുന്നു അതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത്. കാരണം പല സ്ഥലങ്ങളിൽ ഞാൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പല കച്ചവടക്കാരും അവരുടെ കട മോടി പിടിപ്പിക്കുന്നതിൽ ഒരുപാട് ശ്രദ്ധ ചോദിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഏറ്റവും നല്ല സെയിൽസ്മാൻമാരെ അപ്പോയിൻറ്റ് ചെയ്യുന്നതിൽ ശ്രദ്ധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നല്ല പരസ്യങ്ങൾ കൊടുക്കുന്നതിൽ ശ്രദ്ധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈവൻ അവിടെ ഫോൺ എടുക്കുമ്പോൾ പോലും അവർ ഒരുപാട് ജാഗ്രതയോടുകൂടിയ കാര്യങ്ങൾ. പക്ഷെ അത്രയും ഒരു ജാഗ്രത ഈ പറയുന്ന പോലെ സോഫ്റ്റ്വെയർ എടുക്കുന്നതിൽ പലപ്പോഴും ഞാൻ കണ്ടില്ല. കാരണം കോസ്റ്റാണ് അവർ വലിയൊരു ഘടകമായിട്ട് എടുത്തത്. ഞാൻ പറഞ്ഞാൽ ഒരു സോഫ്റ്റ്വെയറിനെ സംബന്ധിച്ച് അതിൻ്റെ കോസ്റ്റ് ഡിസൈഡ് ചെയ്യുന്നത് ഞാൻ മേൽപ്പറഞ്ഞ എല്ലാ കാര്യങ്ങളുടെ ഒരു കൺസോളിഡേറ്റഡ് ഫോമാണ് ആ സോഫ്റ്റ്വെയറിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത്. ഒരു സോഫ്റ്റ്വെയറിനെ സംബന്ധിച്ച് സോഫ്റ്റ്വെയറിനേക്കാൾ ഉപരി അതിൻ്റെ കോസ്റ്റ് ഏറ്റവും കൂടുതൽ വരിക അതിൻ്റെ സർവീസ് ആൻഡ് സപ്പോർട്ടിനാണ്. അപ്പോൾ തീർച്ചയായും ഒരു സോഫ്റ്റ്വെയറിൻ്റെ വില നിശ്ചയിക്കുമ്പോൾ അല്ലെങ്കിൽ എത്ര രൂപ ഞാൻ സ്പെൻഡ് ചെയ്യണമെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം സപ്പോർട്ട് അവിടെ നിന്ന് കിട്ടണം, ഈ കോസ്റ്റ് ഞാൻ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് സർവൈവ് ചെയ്യാൻ സാധിക്കുമോ? കാരണം ഇപ്പോൾ 500 രൂപയ്ക്ക് ഒരാൾ ഒരു സോഫ്റ്റ്വെയർ തന്നു, അല്ലെങ്കിൽ 5000 രൂപയ്ക്ക് തന്നു, ഈ 5000 രൂപ കൊണ്ട് അയാൾക്ക് എത്ര കാലം എന്നെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ള സിമ്പിൾ തോട്ടിലേക്ക് നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ആ കോസ്റ്റിങ്ങിലേക്ക് ഈസിലി അറിവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായും ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഉറപ്പാണ് നിങ്ങൾക്ക് നല്ലൊരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കും.